4 വർഷങ്ങൾ ഒരു തലമുറയ്ക്ക് അവരുടെ ബാല്യവും കൗമാരവും നഷ്ടമായി. 2 രാജ്യങ്ങളിലെയും നഗരങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു. അമ്മമാർ തങ്ങളുടെ മക്കൾ മടങ്ങി വരുന്നതും കാത്ത് ഇന്നും ഇരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം വിജയിച്ചതാര്, പരാജയപ്പെട്ടതാര്? 2022 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 4 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും കടുത്ത യുദ്ധമാണ് ഇരു രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കു പറ്റുകയോ ചെയ്തിട്ടുണ്ട്. 10,000-കണക്കിന് സാധാരണ ജനങ്ങൾ തെരുവിൽ വീണു മരിച്ചു. കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം ബങ്കറുകൾക്കുള്ളിലാക്കാൻ നിർബന്ധിതരായി. ആശുപത്രികൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ഉക്രൈനിലെ പല നഗരങ്ങളും ഇന്ന് ഭൂമിയിലെ മേപ്പിൽ നിന്ന് പോലും തുടച്ചു നീക്കപ്പെട്ടു. റഷ്യയിൽ നിന്ന് 10,000-കണക്കിന് യുവാക്കൾ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ഈ വലിയ യുദ്ധത്തിൽ വിജയിച്ചതാരാണ്? റഷ്യയാണോ ഉക്രൈനാണോ? പക്ഷേ ഒരു കാര്യം അറിയാം, മരിച്ചത് സാധാരണക്കാരായ മനുഷ്യർ മാത്രം. യുദ്ധത്തിൽ റഷ്യക്കുണ്ടായ കനത്ത നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. റഷ്യയുടെ ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. 10,000-കണക്കിന് സൈനികർക്ക് പരിക്കേറ്റു. 1000-കണക്കിന് റഷ്യയുടെ ടാങ്കറുകൾ തകർക്കപ്പെട്ടു. സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം പൊറുതിമുട്ടുന്ന റഷ്യ വൻ സാമ്പത്തിക തകർച്ചയിലാണ് നിലവിലുള്ളത്. 10,000-കണക്കിന് മനുഷ്യർ വിദേശ രാജ്യങ്ങളിലേക്ക് നാടുവിട്ടു. ചുരുക്കി പറഞ്ഞാൽ ലോകശക്തികളിൽ ഒരു വലിയ ശക്തിയായ റഷ്യ ഈ യുദ്ധത്തിന് വലിയ വില നൽകേണ്ടി വന്നു. യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉക്രൈനെ പരാജയപ്പെടുത്തി അവരുടെ പ്രസിഡന്റ് സെലൻസ്കിയെ അറസ്റ്റ് ചെയ്യാമെന്നായിരുന്നു പുടിന്റെ നീക്കം. പക്ഷേ അതിനുള്ള വലിയ തിരിച്ചടിയായിരുന്നു യുക്രൈന്റെ പ്രതിരോധം. ഉക്രൈൻ ആയുധങ്ങൾ നൽകാൻ അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ഒരുമിക്കുന്ന കാഴ്ചയാണ് പിന്നെ ലോകം കണ്ടത്. യുക്രൈന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷക്കണക്കിന് വരുന്ന സൈനികരും പൗരന്മാരും കൊല്ലപ്പെട്ടു. ഉക്രൈനിന്റെ പല വൻ നഗരങ്ങളും തകർക്കപ്പെട്ടു. പവർ പ്ലാന്റുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ റഷ്യ ടാർഗറ്റ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി. കോടിക്കണക്കിന് യുക്രൈൻ പൗരന്മാർ യൂറോപ്പിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെട്ടു. ഈ യുദ്ധം റഷ്യക്കും യുക്രൈനും മാത്രമല്ല പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചത്. ലോകം മുഴുവനുള്ള രാജ്യങ്ങളെ ഇത് വലിയ തരത്തിൽ തന്നെ ബാധിച്ചു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റിമറിച്ചൊരു യുദ്ധമായി തന്നെ ഇതിനെ കണക്കാക്കണം. ഈ യുദ്ധത്തിന്റെ പ്രതിഫലനം ലോകത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ വൻതോതിൽ പ്രതിരോധത്തിനായി ആയുധം വാങ്ങിക്കൂട്ടാൻ അവരുടെ സമ്പത്ത് ചിലവഴിക്കാൻ തുടങ്ങി. ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ലോകത്താകമാനം ഊർജ പ്രതിസന്ധിക്ക് ഈ യുദ്ധം വഴിയൊരുക്കി. ആഹാര സാധനങ്ങൾക്ക് കുത്തനെ വില ഉയർന്നു. ലോകം വീണ്ടും ശീതയുദ്ധം പോലൊരു ചേരിതിരിവിലേക്ക് മാറി. 4 വർഷം കഴിഞ്ഞിട്ടും ഇരു രാജ്യങ്ങളിലെ മനുഷ്യർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. ഇനിയും എത്ര അമ്മമാർ അവരുടെ മക്കളെ നഷ്ടപ്പെട്ടതോർത്ത് കരയണം. ഇനിയും എത്ര കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഭയത്തോടെ ഉറങ്ങണം. നേതാക്കൾ അവരുടെ കൊട്ടാരക്കെട്ടുകളിൽ പട്ടാളത്തിന്റെ കാവലിൽ സുരക്ഷിതരാണ്. എന്നാൽ യാതൊരു വിലയുമില്ലാതെ തെരുവിൽ മരിച്ചു വീഴുന്നത് സാധാരണക്കാരായ മനുഷ്യരും മറ്റു ജീവജാലങ്ങളുമാണ്. ഒരു രാജ്യങ്ങളും തങ്ങളുടെ ആയുധബലം കൊണ്ട് ഇന്ന് വരെ പൂർണ്ണമായി ഒരു യുദ്ധത്തിൽ വിജയിച്ച ചരിത്രം ഈ ലോകത്തില്ല. പക്ഷെ മരിച്ചു വീഴുന്നത് സാധാരണക്കാരാണ്. പരാജയപ്പെടുന്നത് സാധാരണക്കാരായ പൗരന്മാരാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.